Even if he is thinking different to what I am thinking, his thinking can also be correct. അപ്പോൾ എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? So why does the conflicts arise in the family? നമ്മൾ പാപ ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ട്. Because we live in sinful nature. നമ്മുടെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമുള്ളതായതുകൊണ്ട്. Our background, our upbringing is different. നാം എല്ലാം വ്യത്യസ്തരായതുകൊണ്ട്. We all are different. അതുകൊണ്ട് നമ്മുടെ ചിന്താഗതികളിൽ വ്യത്യാസമുണ്ട്. That is why our thinking is different. അതിനകത്ത് മനപ്രയാസപ്പെടേണ്ട ഒരു കാര്യവുമില്ല. So we need not be worried about that. ഞങ്ങൾ തമ്മിൽ, ഞാനും ഭാര്യയും തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ വ്യത്യാസമുണ്ടെന്നുള്ളതുകൊണ്ട് ആരും നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. So even if there is some differences about your thinking among the family, it doesn't mean that there is a problem. കാരണം ഈ ലോകത്തിലെ ഓരോ വ്യക്തിയും യുണീക്കാണ്. നിങ്ങളെ പോലെ വേറൊരാൾ ഈ ലോകത്തിലില്ല. Because each person God has made is unique and they are different in their thinking. ഇത് വളരെ അത്ഭുതകരമായ ഒരു സത്യമല്ലേ? It's a great thinking or a fact. എന്നെ പോലെയുള്ള വേറൊറ്റയാൾ ഈ ഭൂമിയിലില്ല. There is not a person just like what I am. നിങ്ങളെ പോലെയുള്ള ഒരൊറ്റയാൾ ലോകത്തിലില്ല. There is no person like you. അങ്ങനെ തികച്ചും യുണീക്കാണ് ഓരോരുത്തരും. That's why we say that each of you are unique. അങ്ങനെയുള്ളവരെയാണ് ദൈവം ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. And that is this uniqueness or different personalities are brought together with one. അതുകൊണ്ട് ചിന്തകളിൽ അല്പം വ്യത്യാസമുണ്ടായി, അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ടായി, വേറെ നിലയിൽ ചിന്തിച്ചു എന്നുള്ളതുകൊണ്ട് അശേഷം ആരും ഡിസ്കറേജ്ഡ് ആകേണ്ട ആവശ്യമില്ല. So we need not be discouraged if there are different suggestions, different solutions or thinking that comes out in your family. എന്നാൽ നമ്മുടെ ചിന്താഗതികളിലുള്ള വ്യത്യാസം വിവാഹത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ, ഡിസ്ട്രക്റ്റീവായി ബാധിക്കുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് വ്യത്യാസപ്പെടുത്താൻ, ചേഞ്ച് ചെയ്യാനായിട്ട് നാം മനഃപൂർവ്വം ശ്രമിക്കണം. But if our thinking, if our suggestions is bringing something destructive to our family life, then we need to think about changing that thinking. നമ്മുടെ ചിന്താഗതികളിലുള്ള വ്യത്യാസം കൊണ്ട് കുടുംബത്തിന് ദോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഓർപ്പിക്കുന്നത്. We need to draw out that if there is something which is not positive for our family relationship, then we need to change. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, സംഘർഷങ്ങൾ എന്നുള്ളത് മനുഷ്യർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. So the ideas being different or conflicts coming out is normal. ഈ ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട ദമ്പതികൾ എന്ന് പറയുന്നത് ഒരു പ്രശ്നവും ഇല്ലാത്തവരല്ല. It's not that the couples without any problems are the happiest couples. അങ്ങനെ ഒരു കപ്പിൾസ് ലോകത്തിലില്ല. There are no couples we can find like that. പെർഫെക്റ്റ് കപ്പിൾസ് എന്ന് പറഞ്ഞ ഒരു കപ്പിൾസ് ലോകത്തിലില്ല. Perfect couples we cannot find in this world. ഈ ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ ഭാര്യ ഭർത്താക്കന്മാർ, the perfect, happy or contented couples or husbands and wives, ഒരു പ്രശ്നവും ഇല്ലാത്തവരല്ല. It's not that they do not have any problem. ഞങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി, പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അത് ശരിയായി ഹാൻഡിൽ ചെയ്യുന്നവരാണ്. But they understand that there are problems and they live accordingly of handling and handle accordingly. ഞാൻ അതൊന്നുകൂടെ ആവർത്തിക്കട്ടെ. Let me repeat it again. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തവരല്ല ഹാപ്പിയസ്റ്റ് കപ്പിൾസ്. The persons without any problems, they are not the happiest couples. ഞങ്ങളെല്ലാം ഒരുപോലെ ചിന്തിക്കുന്നു, അതല്ല ഹാപ്പിയസ്റ്റ് കപ്പിൾസ്. They are thinking alike. That is not the definition of happiest couples. ഏറ്റവും സന്തുഷ്ട ദമ്പതികൾ എന്ന് പറയുന്നത്, the most satisfied couples are, ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരാ. They understand this fact. ഏത് കാര്യങ്ങൾ? What fact? ഞങ്ങൾ വ്യത്യസ്തരാണ്. That we are different. ഞങ്ങൾ രണ്ട് നിലയിലാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. We have been made two different ways. ഞങ്ങളുടെ പശ്ചാത്തലം വ്യത്യാസമാണ്. Our upbringing is different. ഞങ്ങളുടെ ചിന്താഗതികളിൽ വ്യത്യാസമുണ്ട്. Our thinking is different. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. And that's why there are differences among us. അതുകൊണ്ട് പല പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. So there is every possibility that there could be a conflict. അത് മനസ്സിലാക്കി ശരിയായി ക്രമീകരണങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാണ് ഏറ്റവും സന്തുഷ്ട ദമ്പതികൾ. So having grasped that fact, having understood that fact, we will handle the situation accordingly. പ്രശ്നങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തെ തീരുമാനിക്കുന്ന ഘടകം. The greatest secret of victory in family life is how we react to problems. നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല ജീവിതത്തിലെ വിജയം തീരുമാനിക്കുന്നത്. What will happen to us, that is not the answer for the problem. നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയം തീരുമാനിക്കുന്നത്. But the secret of victory is how we react towards those problems. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, that is why brothers and sisters, നാം എല്ലാം ജഡത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട്, when we are in this flesh, രണ്ട് വ്യത്യസ്ത ആളുകൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, when two
different people live together. പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. There could be different ideas. എന്നാൽ നാം വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കി, But having understood that we are different, ആ പ്രശ്നത്തെ ശരിയായി കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോൾ നാം ജയാളികളാവുകയാണ്. we are trying to handle that fact and then we become victorious in our life. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മെ ഒരുമിച്ച് ചേർക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. The problems really brings us together in leading our family life. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുമെന്ന്. When problems come, we think that it is going to destroy our life. നമ്മെ നശിപ്പിക്കാനായിട്ട് വരുന്നു തോന്നുന്ന പ്രശ്നങ്ങളിൽ നമ്മെ ഉയർത്താനുള്ള പൊട്ടൻഷ്യൽ ദൈവം വെച്ചിട്ടുണ്ട്. When we see that when the problems come, we may see that it may destroy us, but God has kept the great potential behind that problem. നാം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ, when we understand each other being different, ഒരുമിച്ച് ആ കാര്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, when we put that before God, അതിലൊരു സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ, when there is a solution to that, ആ പ്രശ്നം നമ്മെ തമ്മിലും നമ്മെ ദൈവത്തോടും കൂടുതൽ അടുപ്പിക്കും. So that problem will bind us together also higher towards God. ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞ് സ്നേഹമാകുമ്പോഴുള്ള സ്നേഹമാ നല്ല സ്നേഹം. എല്ലാവർക്കും അറിയാമല്ലോ അതല്ലേ? We know that the love that comes after a little bit of quarrel is the most defined love. ഇവിടെയുള്ള ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ ഈ പ്രസംഗിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഇതെന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ മേലെന്നുള്ള മട്ടിലാണ്. ഓക്കെ, ഇങ്ങനെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. You would have heard a story like this. ഒരു മനുഷ്യന് ഒരു കഴുതയുണ്ടായിരുന്നു. A man had a donkey. ഈ കഴുത തനിക്ക് വേണ്ടി അനേക വർഷങ്ങൾ അധ്വാനിച്ചു. This donkey labored for this man many years. ഒടുവിൽ കഴുതയ്ക്ക് വയസ്സായി. The donkey became aged. അപ്പോ ഈ മനുഷ്യനെ കഴുതയെ പോറ്റാനായിട്ട് ഇനി വകയില്ല. And the man was not able to look after this donkey. അപ്പൊ അയാൾ വിചാരിച്ചു ഇനി കഴുതയ്ക്ക് പണിയെടുക്കാനൊക്കെ ഇനി ഇതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. So the man thought that this donkey is no more useful to me. അപ്പൊ ഇതിനെ അങ്ങ് കൊന്നേക്കാം. Maybe I'll kill that donkey. അയാൾ വിചാരിച്ചു ഈ ഇത്രയും നാളെന്നെ സേവിച്ച കഴുത എങ്ങനെയാ കഴുത്ത് വെട്ടി കൊല്ലുന്നേ? How can I kill this donkey who served me so long? അതുകൊണ്ട് ഇയാൾ വിചാരിച്ചു അവരുടെ വീട്ടിലൊരു പൊട്ടക്കിണറുണ്ട്, വെള്ളമില്ലാത്തൊരു കിണർ, അതിനകത്ത് അങ്ങ് തള്ളിയിട്ടേക്കാന്ന് വിചാരിച്ചു. So he thought that there was a well without any water. I will just push that donkey inside there. പിന്നെ ആ കിണർ അങ്ങ് മൂടിയേക്കാം. അപ്പൊ അതിനകത്ത് കിടന്ന് ചത്തോളൂ. And then I will cover that well and then he will die accordingly. അപ്പൊ ഒരു ദിവസം ഇയാൾ ഈ കഴുതിയെ പൊട്ടക്കിണറ്റിലോട്ട് തള്ളിയിട്ടു. So one day he pushed that donkey in that well. എന്നിട്ട് കുറച്ച് കൂലിക്കാരെ വിളിച്ച് ഈ മണ്ണിട്ട് ഈ കുഴി അങ്ങ് മൂടിയേക്കാൻ പറഞ്ഞു, ഈ കിണർ അങ്ങ് മൂടിയേക്കാൻ പറഞ്ഞു. And he called some laborers and just filled that well with sand. അപ്പൊ കഴുത കിണറ്റിന്റെ കീഴെ ഇങ്ങനെ നിൽക്കുക. And the donkey was standing in that well. അപ്പൊ ഈ മണ്ണിടുന്ന ആളുകൾ മണ്ണിടുന്നു, കൊട്ടയിൽ മണ്ണിടുക. And the people are filling that well with the land. അപ്പൊ മണ്ണ് ഈ കഴുതയുടെ പുറത്തോട്ടാണ് വീഴുന്നത്. അപ്പൊ കഴുത മണ്ണിങ്ങനെ കുടഞ്ഞു കളയും. And when the sand is falling on the back of the donkey, he is just shaking it off. എന്നിട്ട് ഈ കഴുത മണ്ണിന്റെ മുകളിൽ കയറി നിൽക്കും. And the donkey is standing on the top of the sand. പിന്നെ കുറെ കൂടെ മണ്ണിട്ടു. Again they put the sand. ഒടുവിൽ കഴുത പൊങ്ങി വന്ന് കഴുതയുടെ പാട്ടിന് പോയി. Ultimately the donkey came out of that well. അപ്പൊ കഴുതയുടെ ആ കഥയുടെ സാരാംശം ഇതാണ്. The moral of that story is കഴുതയെ മൂടാൻ ഉപയോഗിച്ച മണ്ണിൽ തന്നെ കഴുതയെ രക്ഷിക്കാനുള്ള മാർഗം ഉണ്ടായിരുന്നു. So there was a way out, a solution out of the sand which was meant to bury that donkey. പ്രിയപ്പെട്ടവരെ, നമ്മെ മൂടിക്കളയാനായിട്ട് പിശാച് ഒരുക്കുന്ന ചില കെണികളുണ്ട്. അതിൽ ദൈവത്തിന്റെ സ്നേഹവും കരുതലും കൂടുതൽ അനുഭവിച്ചറിയാനുള്ള പൊട്ടൻഷ്യൽ ആ പ്രശ്നങ്ങളിൽ തന്നെയുണ്ട്. So when you see there are problems, there may be a lot of ideas that they maybe you may think that it may bury you, but behind that God's love and potential is to bring something great out of you. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിൽ ആരും നിരാശപ്പെട്ടു പോകണ്ട. So you should not be worried that if there is some type of conflict arising, ആ സംഘർഷങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. we need to bring it before God. അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം. We need to pray for that. അതിനെക്കുറിച്ച് സംസാരിക്കണം. We need to talk it out. എങ്ങനെ ഈ സംഘർഷങ്ങളോട് പ്രതികരിക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ വിജയമിരിക്കുന്നത്. So the secret of that victory is how we react to these problems. അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ സ്ട്രഗിൾസ്, all these problems that arise in our practical life, നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ ധന്യമാക്കാനായിട്ട് ദൈവം ഉപയോഗിക്കും. God will use that to make our Christian life more victorious. കൂടുതൽ ക്ഷമിക്കാൻ പഠിപ്പിക്കും. He will teach us how to be more long suffering. യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് കൂടുതൽ ഉണ്ടാകാനുള്ള മുഖാന്തരമായിട്ട്, ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ അവസരങ്ങളെ ദൈവം തീർക്കും. All these events and circumstances brings you to transform you to the image of Christ. പക്ഷെ അതിന് നമുക്ക് മനസ്സുണ്ടായിരിക്കണമെന്ന് മാത്രം. For that we should be able to be willing. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം. Our prayer should be like this. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഘർഷങ്ങളും, Oh Lord, whatever conflicts that arise in our life, ഞങ്ങളുടെ കുറവുകൾ കാണിച്ചു തരാനായിട്ട് മുഖാന്തരമായിട്ട് നീ തീർക്കണമേ. Oh Lord, make that an event to show us our shortcomings. കൂടുതൽ സഹിക്കാനും വഹിക്കാനും ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട്, കളറിയായിട്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ സ്ട്രഗിൾസ് നീ തീർക്കണമേ.
Let that become a university so that we can learn to suffer with each other and care for each other. ഞങ്ങളുടെ സ്വഭാവത്തിലുള്ള റഫ് സ്പോട്ട്സ് ഒക്കെ ഒന്ന് തേച്ച് മിനുക്കി ഞങ്ങളെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസരമായിട്ട് ഇത് നീ തീർക്കണമേ. So that all the shortcomings or the rough spots in our lives, oh Lord, you polish it out for shining for Christ. അങ്ങനെ ഭാര്യയും ഭർത്താവും ബലമുള്ള ദൈവത്തിന്റെ കയ്യിൽ താണിരിക്കുമെങ്കിൽ, if husbands and wives submit themselves before God like this, പ്രിയപ്പെട്ടവരെ, ഈ സംഘർഷങ്ങളെല്ലാം നമ്മെ കുറച്ചുകൂടെ നല്ല ആളുകളാക്കി തീർക്കും. These conflicts will turn you to a. അപ്പൊ നമ്മുടെ സംഘർഷങ്ങളല്ല നമ്മുടെ പ്രശ്നം. The conflicts is not the problem. നാം പരാജയപ്പെടുന്നത് നമുക്ക് സംഘർഷങ്ങൾ ഉണ്ടാകുന്നോണ്ടല്ല. We are not failing because there are conflicts. ഈ സംഘർഷങ്ങളെ ശരിയായി കൈകാര്യം നാം ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നാം പരാജയപ്പെടുന്നത്. But we are failing because we are not encountering these conflicts in the right manner. ഭാര്യയും ഭർത്താവും ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ, if they are of a sincere mind, ദൈവവഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, if they are willing to walk in the right path of God, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, whatever problems may come, സത്യസന്ധതയോടെ ദൈവസന്നിധിയിൽ അത് കൊണ്ടുവന്നാൽ, with truthfulness, if you come before God's presence, നിങ്ങളെ മോൾഡ് ചെയ്യാനായിട്ടുള്ള ഉപാധിയായിട്ട് ദൈവം ഈ പ്രശ്നങ്ങളെ തീർക്കും. Oh, God will use that problems to mold you into a better person. നമുക്ക് പ്രായോഗികമായ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ കാരണങ്ങളും അതിന്റെ പരിഹാരവും ഞാൻ പെട്ടെന്ന് ഓടിച്ചൊന്ന് പറയട്ടെ. I just draw out certain practical things that conflicts arises and the solutions pertaining to that. ഞാൻ 4-5 കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. I have just listed down 4 or 5 things. വേറെ അനേക റീസൺസ് ഉണ്ട് അനുദിന ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതിന്. There could be various other reasons. എന്നാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് ഞാനൊന്ന് പറയട്ടെ. Let me draw out certain common things that why the conflicts arise. ഒന്നാമത്തെ ഒരു കാരണം, one of the thing is അന്യോന്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. lack of understanding each other. ഞാനത് രാവിലെ പറഞ്ഞു. We talked about it in the morning. എന്തുകൊണ്ടാണ് എന്റെ ഭാര്യ ഇങ്ങനെ പെരുമാറുന്നത്? Why does my wife behave in this way? അപ്പൊ അത് ഏതാണ്ട് കുഴപ്പമുണ്ട്. Oh, there is some problem there. ഒരു കുഴപ്പമില്ല. There is no problem. നീ ചിന്തിക്കുകയാണ് ഏതാണ്ട് കുഴപ്പമുണ്ടെന്ന്. You're thinking that there is a problem. ഒരു സഹോദരൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു. One brother said like this. അവരൊരു ക്യാമ്പ്, യൂത്ത് ക്യാമ്പ് കഴിഞ്ഞ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉള്ള ഒരു ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ അവര് തമ്മിൽ ഒരു പ്രയാസം ഉണ്ടായി. After the youth camp, where both boys and girls attended, they went home and there was some discussion. അപ്പൊ ഈ സഹോദരി ഭാര്യ ഗേൾസിനെ ഒക്കെ അറ്റൻഡ് ചെയ്ത് അവരെ കെയർ ചെയ്തൊക്കെ ഇങ്ങനെ ക്യാമ്പിൽ നടക്കുകയാണ്. സഹോദരൻ ബോയ്സിന്റെ കൂടെ നടക്കുകയാണ്. The sister looked after the girls and the brother looked after the boys. അവർ ലീഡേഴ്സ് ആണ് ക്യാമ്പിലെ, പക്ഷെ വീട്ടിൽ ചെന്ന് അവര് തമ്മിൽ ഒരു പ്രയാസമായി. They were leaders in the camp, but when they came home, there was some little bit of conflict. പിള്ളേർ അവരെ ക്യാമ്പിലെ കാണുന്നുള്ളൂ, അവര് വീട്ടിൽ എങ്ങനെയാന്ന് പിള്ളേർ കാണുന്നില്ലല്ലോ. Because the students are not seeing them at home. അപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത്? What is the problem? ഈ ഭാര്യ പറയാണ്, the wife says like this. എന്നാലും ആ ക്യാമ്പിൽ വെച്ച് എന്നെ കണ്ടിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും നടിച്ചില്ലല്ലോ, മൈൻഡ് ചെയ്തില്ലല്ലോ. She said that, oh, you did not mind me when we were in the camp. എത്ര പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി, എന്നിട്ട് കണ്ടൊന്ന് ചിരിക്കണമല്ലോ, ഒരു പരിചയം പോലും കാണിക്കുന്നില്ല. How many times we crossed each other, but you did not even look at me. അപ്പൊ അത് ഭാര്യയ്ക്ക് പ്രയാസമായി. That was a great worry or a hurt for her. വളരെ ആത്മീയരായ ഭാര്യയും ഭർത്താവുമാണിത്. Both are very spiritual. എന്നോട് അവര് തന്നെ പറഞ്ഞാണിത്. They only shared this. ഭർത്താവ് പറഞ്ഞതാ. Husband shared this. അപ്പൊ ഭർത്താവ് പറയാണ്, husband said like this. അയ്യോ, അങ്ങനെയാണോ നീ ചിന്തിച്ചത്? Oh, is it that you thought like that? ഞാൻ എന്താ നിന്നെ നോക്കാഞ്ഞെന്ന് അറിയാമോ? I didn't see you because you know why? നീ ആ പെൺകുട്ടികളെയൊക്കെ സഹായിച്ച് അവരുടെ കൂടെ പ്രാർത്ഥിച്ച് അവരെ സ്പിരിച്വലായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് നടക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാനിനി അതിനിടയ്ക്ക് കയറി നിന്നെ കണ്ട് ചിരിക്കാൻ പോയിട്ട് നിന്റെ അറ്റൻഷൻ ഞാൻ ഡൈവേർട്ട് ചെയ്യണ്ട, അവള് നന്നായിട്ട് സെർവ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നാന്ന് പറഞ്ഞു. Because why I did not look into or try to draw your attention was because you were totally attentive to the service of the students, so I didn't want to disturb that act. അപ്പൊ ഇതിൽ ആരാ who is right and who is wrong in this? Who is right and who is wrong in this? ഭർത്താവ് ചെയ്തത് തെറ്റാണോ? Is the thing that husband did wrong? നല്ല ഉദ്ദേശത്തോടെ ഭാര്യയുടെ അറ്റൻഷൻ ഒട്ടും ഡൈവേർട്ടഡ് ആകില്ല, അവളുടെ മിനിസ്ട്രി നന്നായിട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാ ഇദ്ദേഹം കയറി ഇടപെടാഞ്ഞത്. His intention was totally positive. He did not want to disturb that service. പക്ഷെ ഭാര്യ എന്താ വിചാരിക്കുന്നത്? What did the wife think about that? ഇദ്ദേഹം ക്യാമ്പിൽ വെച്ച് കണ്ടിട്ട് ഒരു വീട്ടിൽ നിന്ന് വന്ന മട്ടുപോലും ഇല്ല. Oh, he's not at all attentive to me. അപ്പൊ ഇതിൽ ആരാ ശരി? Who is right here? ഇതിൽ ശരിയും തെറ്റൊന്നുമില്ല, രണ്ടുപേരും ശരിയാന്ന് തോന്നുന്നു. There is no right or wrong, both are correct. അന്യോന്യം മനസ്സിലാക്കിയില്ല, അത്രേ ഉള്ളൂ കുഴപ്പം. There is a lack of understanding. ഞാൻ രാവിലെ പറഞ്ഞ പോലെ അനേക കാര്യങ്ങൾ അന്യോന്യം മനസ്സിലാക്കണം. There are a lot of things which we need to understand of each other. കിടന്നുറങ്ങിയാ ഇതൊന്നും മനസ്സിലാകുകയല്ല.
If you simply sleep, you won't know these things. If you just sleep, you will not understand each other. അതിന് സമയം എടുക്കണം. We don't have the time for that. അതിന് ഇൻട്രസ്റ്റ് എടുക്കണം. We should be interested toward it. എന്റെ ഭാര്യ, there's a class that brother takes in this. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. I will not share too much in that. ഒരുമിച്ച് നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ നന്നായിട്ട് ആശയവിനിമയം ചെയ്യണം. So if you have to go together along very nicely, you have to have a proper communication. ഞാൻ ചില വർഷങ്ങൾ